നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിയാനും ലോവർ സർക്യൂട്ടിലേക്ക് എത്താനും സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ പേര് JM ഫിനാൻഷ്യൽ ലിമിറ്റഡ്. JM ഫിനാൻഷ്യൽ ഇന്ന് 2% ഇടിഞ്ഞ് 95 രൂപ 50 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 9,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 13.11, ഡിവിഡൻഡ് yield 1.8%. 52 വീക്ക് ഹൈ 114 രൂപ 85 പൈസയും 52 വീക്ക് ലോ 57 രൂപ 85 പൈസയും. JM ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്ക് നാളെ ഇടിയുമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഡിബഞ്ചറുകളും ഷെയറുകളും സെക്യൂരിറ്റിയായി സ്വീകരിച്ചുകൊണ്ട് ലോൺ നൽകുന്ന കമ്പനിയുടെ ബിസിനസ്സിന് മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന ഒരു അപ്ഡേറ്റാണ്. ഈ അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് JM ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്ക് നാളെ ഇടിയുമെന്ന് പറയുന്നത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സർവീസ് ബിസിനസ്സിലും ലോൺ പ്രോസസ്സിലും സീരിയസ് ഡെഫിഷ്യൻസീസ് ഉള്ളതായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് കമ്പനി വയലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കമ്പനിയിൽ ചില ഗവർണൻസ് ഇഷ്യൂവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. JM ഫിനാൻഷ്യൽ എന്ന കമ്പനിക്കെതിരെ സെബിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നടത്തിയ അന്വേഷണത്തിൽ കമ്പനി ചില ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് ലോൺ ഫണ്ടുകൾ IPOയ്ക്കുള്ള ബിഡിംഗ് പ്രോസസ്സിന് നൽകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ വളരെ ചെറിയ മാർജിനിൽ കമ്പനി ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. കമ്പനി അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ തന്നെ ഇൻവോൾവ്മെൻറ്റ് കൂടാതെ കസ്റ്റമേഴ്സിൻ്റെ പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ടുകളും ബാങ്ക് അക്കൗണ്ടുകളും ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് കമ്പനി സീരിയസ് റെഗുലേറ്ററി വയലേഷൻസ് ആണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയിൽ ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവുമുണ്ട്. ഈ നെഗറ്റീവ് ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ നാളെ സ്റ്റോക്ക് ഇടിയാനും ലോവർ സർക്യൂട്ടിലേക്ക് എത്താനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി കമ്പനിയുടെ ബിസിനസ്സിന് മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്ര കാലം വിലക്ക് ഏർപ്പെടുത്തും എന്ന് ചോദിച്ചാൽ, കമ്പനി അതിൻ്റെ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് നടത്തിയതിനു ശേഷം സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിവ്യൂവിന് പോകണം. അതിനുശേഷം മാത്രമേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കമ്പനിക്ക് മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന, അതായത് കമ്പനിയുടെ ബിസിനസ്സിന് മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കുകയുള്ളൂ. റീസെൻ്റ്ലി ഫിനാൻഷ്യൽ സെക്ടറിലെ പല കമ്പനികളും ഈ രീതിയിലുള്ള ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് IIFL ഫിനാൻസ് എന്ന സ്റ്റോക്ക് 20% ഇടിയുകയും ലോവർ സർക്യൂട്ടിലേക്ക് എത്തുകയും ചെയ്തു. IIFL ഫിനാൻസ് എന്ന കമ്പനി ഗോൾഡ് ലോണിലെ ചില സൂപ്പർവൈസറി കൺസേൺ IIFL ഫിനാൻസ് എന്ന കമ്പനിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗോൾഡ് ലോണിലെ ചില സൂപ്പർവൈസറി കൺസേൺസ് രേഖപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ IIFL ഫിനാൻസിൻ്റെ ഗോൾഡ് ലോൺ ബിസിനസ്സിനെ ബാൻ ചെയ്യുകയും സ്റ്റോക്ക് 20% ഇടിയുകയും ചെയ്തു. ജനുവരി മാസത്തിൽ PTM പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബിസിനസ്സിന് മുകളിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാൻ ഏർപ്പെടുത്തിയിരുന്നു. ഇവിടെ KYCയിലുള്ള ഇറഗുലാരിറ്റീസിൻ്റെ പശ്ചാത്തലത്തിലാണ് PTMൻ്റെ ബിസിനസ്സിന് മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാൻ ഏർപ്പെടുത്തിയത്. IIFL ഫിനാൻസ് എന്ന സ്റ്റോക്കും അതുപോലെ തന്നെ PTM എന്ന സ്റ്റോക്കും ഈ രണ്ട് ബിസിനസ് ബാൻ ഏർപ്പെടുത്തിയതിന് ശേഷം സ്റ്റോക്ക് ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിനടുത്തെത്തി. അതുപോലെ തന്നെ JM ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്കിലും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിവും സ്റ്റോക്ക് അതിൻ്റെ ലോവർ സർക്യൂട്ടിനടുത്തേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് നാളെ JM ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 80 രൂപ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 80 രൂപ എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയാൽ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോയ്ക്ക് അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്